ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മൂന്നാമത്തെ ക്വാർട്ടറിലെ 5ാമത്തെ പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ ക്വാർട്ടറിൽ മർക്കൂസിൻ്റെ സുവിശേഷമാണ് പഠിക്കുന്നത്. ഇന്ന് 5ാമത്തെ പാഠമാണ്. തടാകത്തിന് ചുറ്റുമുള്ള അത്ഭുതങ്ങൾ എന്ന പാഠത്തിലേക്കാണ് നമ്മളിന്ന് പ്രവേശിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ മനഃപ്പാഠവാക്യം, യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെയും നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്നപ്പാ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ അടിയങ്ങളിരുന്ന് ഇന്ന് ഈ പാഠം പഠിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കണം. എല്ലാം ശരിയായി മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി വീണ്ടും വീണ്ടും അങ്ങിലേക്ക് അടുത്തു വരുവാനും ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ പൊന്നുനാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഓക്കെ, മനഃപ്പാഠവാക്യത്തിലൂടെ നമ്മളോട് പറയുന്നത്, യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇത് ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ യേശു ഗദനരുടെ ദേശത്ത് സൗഖ്യമാക്കിയ ആ ഒരു സംഭവമാണ്. ഇതിൽ നിന്ന് ദൈവം നമ്മളോട് പറയുന്നത്, യേശുനാഥൻ നമ്മളോട് പറയുന്നത്, ദൈവം നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, നമ്മളോട് കരുണ കാണിച്ചതും നമ്മളെ സൗഖ്യമാക്കിയതും ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തുന്നതും എല്ലാം നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ദൂതാണ് അതിൽ നിന്ന് നമുക്ക് നൽകുന്നത്. ഓക്കെ, ഈ ക്വാർട്ടറിലെ പടം പ്രത്യേകിച്ച് 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായം എല്ലാം ഗലീലിയ തടാകത്തിന് ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ്. ഗലീലിയ തടാകം എന്ന് പറയുന്നത് ഏകദേശം 13 മൈൽ നീളവും 8 മൈൽ വീതിയും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ 21 കിലോമീറ്റർ നീളവും 13 കിലോമീറ്റർ വീതിയും ഉള്ളതായിരുന്നു. അത് മറ്റ് തടാകങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയതൊന്നും അല്ലെങ്കിലും ആ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു ജലാശയമായിരുന്നു ഗലീല തടാകം. ഒത്തിരി പേര് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ടായിരുന്നു. അതിൽ മീൻ പിടിച്ച് അങ്ങനെ അവരുടെ ഉപജീവനം കഴിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗലീലിയ തടാകത്തിൻ്റെ ഇക്കരെ നിന്ന് അക്കരെ പോയുള്ള പ്രവർത്തനം, അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ള വേലയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭാഗത്തെ ഈ ആഴ്ചത്തെ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഈ ആഴ്ച 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗവും 5-ാമത്തെ അധ്യായം മുഴുവനും 6-ാമത്തെ അധ്യായം മുഴുവനുമാണ് പഠിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗവും ഒരു കടലിലെ അത്ഭുതമാണ് കാണിക്കുന്നത്. അതേപോലെ 6-ാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗവും ഈ ഒരു കടൽ എന്ന് പറഞ്ഞാൽ ഗലീലിയ കടൽ എന്ന് പറയുമെങ്കിൽ ഗലീലിയ തടാകം, അവിടെ നടന്നൊരു അത്ഭുതമാണ്. അതേപോലെ 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും ഗലീലിയ തടാകത്തിലെ ഒരു അത്ഭുതമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ മറ്റ് ചില അത്ഭുത പ്രവൃത്തി, ഈ തടാകത്തിന് ചുറ്റും നടന്ന യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചാണ് ഈ ആഴ്ച നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ആദ്യം നമ്മൾ കാണുന്നത് 4-ാമത്തെ അധ്യായം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളതിൻ്റെ 34-ാമത്തെ വാക്യം വരെ പഠിച്ചു. എന്ന് പറഞ്ഞാൽ 4-ാം അധ്യായം മുഴുവനും നമ്മൾ ഉപമകളായിരുന്നു. യേശു അരുളി ചെയ്ത 5 ഉപമകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ചിരുന്നു. അതെല്ലാം യേശു ഈ തടാകത്തിൽ ഒരു ബോട്ടിൽ, ഒരു പടകിൽ കയറി ഇരുന്നുകൊണ്ടാണ് വലിയ പുരുഷാരത്തോട് അരുളി ചെയ്ത ഉപമകളെക്കുറിച്ച് ആണ് നമ്മൾ പഠിച്ചത്. അതിനിടയ്ക്ക് ശിഷ്യന്മാർ പ്രത്യേകമായിട്ട് യേശുവിനെ കാണാൻ വന്നിട്ട് ഈ വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ച് ചോദിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം നമ്മൾ കേട്ടു. ഈ ആഴ്ചയിലെ പാഠത്തിൽ 35-ാമത്തെ വാക്യം, 4-ാം അധ്യായം 35 അന്ന് സന്ധ്യയായപ്പോൾ, അന്ന് ആ ഉപമകളൊക്കെ അരുളി ചെയ്ത ആ ദിവസം സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോവുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. പുരുഷാരത്തെ എല്ലാം പറഞ്ഞു വിട്ടിട്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇനി വിശ്രമിക്കാൻ പോകുന്നത് അക്കരയ്ക്കാണ് എന്നുള്ള ഇതിൽ സന്ധ്യയായപ്പോഴാണ് പോകുന്നത്. താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു.
യേശു കയറിയിരുന്ന ബോട്ട് അങ്ങ് പോയി. അതിൻ്റെ കൂടെ വേറെ ചെറിയ പടകുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിന് നിനക്ക് വിചാരമില്ലേ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത വീണു. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞ് അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു. ഇതാണ് അന്ന് ആ ജലാശയത്തിൽ അല്ലെങ്കിൽ ഗലീലിയ തടാകത്തിൽ നടന്ന വലിയൊരു അത്ഭുതം. നമ്മൾ അതിനു മുമ്പ് 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലൊക്കെ യേശുക്രിസ്തു ചെയ്ത മറ്റ് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. ഭൂതഗ്രസ്തനായ ഒരാളെ, ദൈവാലയത്തിലുണ്ടായിരുന്ന ഒരാളുടെ ഭൂതത്തെ പുറത്താക്കുന്നതും പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതും പത്രോസിൻ്റെ അമ്മയെ എഴുന്നേൽപ്പിച്ചിരുത്തിയപ്പോഴും പനി വിട്ടുമാറുന്ന എല്ലാം നമ്മൾ കണ്ടു. പക്ഷേ ഇതൊരു പ്രത്യേക തരം അത്ഭുതമാണ്. യേശു പ്രകൃതിയെ ശാസിച്ച്, പ്രകൃതി പോലും യേശുവിനെ അനുസരിക്കുന്ന ഒരു അനുഭവമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ യേശു ആ പടകിലായിരുന്നപ്പോൾ യേശു കിടന്ന് നല്ല സുഖമായിട്ട് തലയണ വെച്ചാണ് ഉറങ്ങുന്നത്. അതിൻ്റെ ഏറ്റവും അമരത്ത്, ഏറ്റവും ഫ്രണ്ടിലുള്ള ഭാഗത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവിടുത്തെ കൊടുങ്കാറ്റ് കൊണ്ട് എന്താണ്, തിര തള്ളിക്കയറ് അത് മുങ്ങുമാറായി. അപ്പോൾ തിരയടിച്ചിട്ടും കാറ്റടിച്ചിട്ടും ഒന്നും യേശുവിന് യാതൊരു ഭയപ്പാടും ഇല്ല. കാരണം ഞാനാണ് അതിൻ്റെ എല്ലാം സൃഷ്ടിതാവ് എന്നാണ് യേശുവിന്. ആ ഒരു സമാധാനത്തോടെയാണ് യേശു ഉറങ്ങുന്നത്. തനിക്ക് ദോഷം വരുത്തുന്നതൊന്നും പ്രകൃതിയിൽ നിന്നുണ്ടാവില്ല എന്ന് യേശുവിനറിയാമായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ യേശുവിൻ്റെ ദേഹത്തും വെള്ളമൊക്കെ വീണിരിക്കാം. കാരണം പടക് മുങ്ങുമാറായി എന്നാണ് പറയുന്നത്. എന്നിട്ടും യേശു അറിയുന്നില്ല. ആ ക്ഷീണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ, അന്നത്തെ ദിവസം മുഴുവനുള്ള അധ്വാനം കൊണ്ട്, ക്ഷീണം കൊണ്ടായിരിക്കാം യേശു അങ്ങനെ ഉറങ്ങിയത്. അപ്പോഴാണ് അവർ വന്ന് വിളിച്ചുണർന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അത് 40-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, അവർ വളരെ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. അതിനു മുമ്പ് യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇത്ര ഭീരുക്കളാകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? അപ്പോൾ ഈ സംഭവം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഇതിനു മുമ്പ് പലപ്പോഴും വേദപുസ്തകത്തിൽ ഒരു ദൈവദൂതനോ ദൈവമോ പ്രത്യക്ഷപ്പെടുമ്പോൾ കാണാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് ആ ഒരു ദിവ്യശക്തിയുടെ പ്രകടനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല അത്ഭുതങ്ങൾ നടക്കുമ്പോഴും അങ്ങനെ. പിന്നെ അത് കണ്ട് മാനുഷിക ഭയത്തിൽ അവർ പേടിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറയുന്നതും, പിന്നെ ആ പ്രത്യക്ഷപ്പെടുന്ന ആൾ വെളിപ്പെടുത്തുകയും ചെയ്യും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ദാനിയേലിൻ്റെ പ്രവചനം 9-ാം അധ്യായത്തിൽ ദാനിയേൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറയും, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ദൂതനാകുന്നു, നിന്നോട് ഇത് അറിയിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു രീതി. അതേപോലെ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ് എന്ന് മോശയോട് അരുളി ചെയ്തിട്ട് എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടതെന്നുള്ള കാരണങ്ങളൊക്കെ പറയുന്നു. ഇതാണ് സാധാരണ എപ്പോഴും കാണുന്നത്. ആട്ടിടയന്മാർ ഉറങ്ങിക്കിടന്നപ്പോഴും ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞപ്പോഴും ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഈ സംഭവത്തിലും ഒരു ദിവ്യശക്തി നമ്മളവിടെ പ്രകടമാകുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഒരു ദിവ്യശക്തി, അതിൻ്റെ പ്രകടനം നമ്മൾ കണ്ടു. പക്ഷേ അതേപോലെ അവരെല്ലാം ഭയപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നു. പിന്നെ ആ ഭയപ്പെട്ടവരോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനു ഭീരുക്കളാണ് എന്ന് വെച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ അതിന് അവരുടെ മറുപടിയും ഉണ്ടാകും. അതേപോലെ ഇവിടെ ശാന്തമാക്കിയപ്പോൾ അവർ പറയുന്നുണ്ട്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവർ ഭയപ്പെട്ടു പോവുകയാണ്. ഇത്രയും
വലിയ ഒരാളാണല്ലോ യേശു. ഇതുവരെ അവരിങ്ങനെ ഒരു അത്ഭുതം യേശുവിൽ നിന്ന് കണ്ടിട്ടില്ല. കാറ്റിനെയും കടലിനെയും പ്രകൃതിയെ ശാന്തമാക്കുന്ന യേശുവിനെ അവർ ആദ്യമായിട്ട് കാണുവാണ്. അപ്പോൾ അതാണ്. പക്ഷേ അതിൽ ഒന്നാണ് മിസ്സിങ്. ഒരു കാര്യം പറയുന്നില്ല, അത് വെളിപ്പെടുത്തിയില്ല. ആരാണിത് ചെയ്തതെന്ന് വെളിപ്പെടുന്നില്ല. ഞാൻ ആരെന്ന് അവിടെ പറയുന്നില്ല. പക്ഷേ നമ്മളത് ഊഹിച്ചെടുക്കണം. കാരണം സൃഷ്ടിതാവ്, ഈ പ്രകൃതിയെ മുഴുവനും സൃഷ്ടിച്ച നമ്മുടെ ദൈവപുത്രൻ തന്നെയാണ് അത്. അതുകൊണ്ടാണ് ആ പ്രകൃതിയും ദൈവപുത്രനെ അനുസരിച്ചത്. മർക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുന്നത് അങ്ങനെയാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ ശക്തി, എത്രമാത്രം പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തി. അപ്പോൾ നമ്മൾ ആ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ആശ്രയിക്കുന്നവരായിട്ട് ഓരോ ദിവസവും നമ്മൾ ജീവിക്കുക. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കാറ്റിനെയും കൊടുങ്കാറ്റിനെയും എല്ലാം ശാന്തമാക്കാനായിട്ട് ദൈവത്തിന് കഴിയും. അതിനായിട്ട് നമ്മളെപ്പോഴും ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ആയിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ ആ ഭാഗം പഠിക്കാനുള്ള ഭാഗത്തിൽ 5-ാം അധ്യായം 1 തുടങ്ങി 10 വരെയുള്ള ഭാഗത്ത് അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഒരു നിലവിളിക്ക് മുകളിൽ നിങ്ങൾക്കൊരു മന്ത്രിക്കൽ കേൾക്കാമോ? ഇത് സംഭവിക്കുന്നത് അവർ ആദ്യമേ യേശു ആ ഉപമകളൊക്കെ പറഞ്ഞിരുന്ന ആ കരയിൽ നിന്നും നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് യാത്ര തിരിച്ച് ആ തടാകത്തിനുള്ളിൽ വെച്ചാണ് ഇപ്പോൾ പറഞ്ഞ സംഭവം നടന്നത്. കാറ്റിനെയും കടലിനെയും യേശു ശാന്തമാക്കിയത്. അത് കഴിഞ്ഞ് അപ്പുറത്തെ ദേശത്ത്, അതൊരു ജാതീയ സ്ഥലമാണ്, ഗദനരുടെ ദേശം. അവിടെ എത്തി. ജെൻറ്റൈൽസാണ് അവിടെ താമസിക്കുന്നത്, യഹൂദന്മാരല്ല. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ യേശു എത്തിയത്. യേശു എത്തിയ ഉടനെ അവിടെ ഒരാൾ വന്നു. എന്താണ്? അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി. അവർ ശിഷ്യന്മാരും യേശുവും എത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഒരാൾ യേശുവിനെ എതിരേൽക്കാൻ വന്നു. ആരാണ്? അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവൻ്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ച് വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു. അപ്പോൾ ഇതായിരുന്നു അവൻ്റെ അവസ്ഥ. കല്ലറകളിൽ ജീവിക്കുന്ന, കല്ലറകളിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിമെട്രി പോലെയുള്ള സ്ഥലമായിരിക്കും. അയ്യോ, അത് ഓർക്കാൻ തന്നെ പലർക്കും പേടിയാണ്. ഒരു സിമെത്തേരി അല്ലെങ്കിൽ സിമെട്രിയിൽ പോവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടിയുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കാകുമ്പോൾ. നമ്മളെല്ലാവരെയും കൂടെ പോകാറുണ്ട്, എന്നാൽ ഒറ്റയ്ക്കാകുമ്പോൾ എല്ലാവർക്കും ഒരു ചെറിയ ഭയം. നമുക്കറിയാം അവിടെ ഒന്നുമില്ല, എല്ലാവരും അതിൽ ഉറങ്ങുകയാണ്, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മുടെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിലും ഈ മാനുഷികമായ പല കഥകളൊക്കെ കേൾക്കുമ്പോൾ പലരുടെയും ഉള്ളിൽ ചെറിയൊരു ഭയപ്പാടൊക്കെ ഉണ്ടാകും. ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് പോയി നോക്കിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കും അറിയത്തില്ല. എന്നാലും അങ്ങനെയാണ് കേൾക്കുന്നത്. എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു ഭയപ്പാടുണ്ടാകും, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ. പക്ഷേ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത് അവിടെയാണ്, കല്ലറകളിലാണ് ജീവിച്ചിരുന്നത്. പിന്നെ എന്താണ്, ചങ്ങലയൊക്കെ ഇട്ട് ബന്ധിച്ച് നോക്കി, പക്ഷെ ആ ചങ്ങലയൊക്കെ പൊട്ടിച്ച് പോകാനുള്ള ഒരു ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അവൻ അശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് നടക്കും. ഭയങ്കര ഒച്ചത്തിൽ അലറി കരഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഇതാണ് അവൻ്റെ അവസ്ഥ. ഒന്ന് നമ്മൾ സങ്കല്പിച്ച് നോക്കണം. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ അതൊരു അന്യജാതിക്കാരനായ ഒരാൾ. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്നവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. യേശുവിനെ കണ്ടിട്ട് അവൻ ഓടിച്ച്, എന്തുകൊണ്ടായിരിക്കും അവൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നത്? അതാണ് ഈ ഹെഡിങ്ങിന്, ഒരു നിലവിളിക്ക് മുകളിൽ. ഈ മനുഷ്യൻ, ഈ ഭൂതങ്ങൾ എന്ന് നിലവിളിച്ചുകൊണ്ടാണ് അതിലെല്ലാം കല്ലറകളിലൂടെ ഓടുകയും ചാടുകയൊക്കെ ചെയ്തുകൊണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ചെയ്തിരുന്നത് എന്താണ്? കല്ലുകൊണ്ട് ചതച്ചു തന്നെത്താൻ ഒരു കല്ലെടുത്ത് അവൻ്റെ ദേഹത്തെല്ലാം അവൻ മുറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചിലപ്പോൾ ബ്ലീഡിങ്, രക്തം ഒഴുകുന്ന ഒരവസ്ഥയായിരുന്നായിരിക്കും. അങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ജീവിതമാണ് നമ്മളവിടെ കാണുന്നത്.
പക്ഷെ അതിന് മുകളിൽ ഒരു മന്ത്രിക്കൽ, ഒരു മന്ത്രണം, അതാണ് സഹായത്തിനായിട്ടുള്ള മന്ത്രണം. യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടപ്പോഴേ അവന് മനസ്സിലാകും ഈ ആൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ടായിരിക്കണം യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി വന്ന് യേശുവിൻ്റെ കാൽക്കൽ അവൻ വീഴുകയാണ്. നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. അവൻ കാൽക്കൽ വീണു. എന്നിട്ട് അവൻ ഉറക്കെ അങ്ങ് കരയാണ്. യേശുവേ, മഹോന്നത ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവെ, ഈ മനുഷ്യനെ വിട്ടു പോവുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അപ്പം അത് വന്ന ഉടനെ തന്നെ അത് പറഞ്ഞായിരിക്കും. അതുകൊണ്ടായിരിക്കും അയാൾ ഇങ്ങനെ പറയുന്നത്, യേശുവേ, മഹോന്നത ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? നീ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? യേശു ആരാണെന്ന് ഭൂതത്തിന് പോലും അറിയാമായിരുന്നു. മഹോന്നത ദൈവത്തിൻ്റെ പുത്ര എന്നാണ് യേശുവിനെ വിളിക്കുന്നത്. ഈ ഭൂതം, ഈ അശുദ്ധാത്മാവ്, അവനറിയാം ഇത് ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. അവനറിയാം. അവന് അവിടെ ആയിരുന്നപ്പോൾ, അവനും അവിടെ നിന്ന് വന്നതാണ്, പുറന്തള്ളിയതാണ്. അപ്പോൾ അവനറിയാം യേശു ആരാണെന്ന്. അതാണ് ആ പറയുന്നത് അവിടെ. എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. നീ ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടരുതേ, ഞങ്ങളെ പീഡിപ്പിക്കരുതേ, ദണ്ഡിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് കരയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ട്, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ എന്നുള്ള. ആ മന്ത്രണം കേൾക്കാൻ യേശുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ യേശു എന്നെ അടുത്ത് ചോദിക്കും, നിൻ്റെ പേരെന്ത്? നീ ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് അവൻ പറഞ്ഞത് എന്താണ്? ഞാൻ ലെഗിയോൻ എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെ പേര് ലെഗിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് ഞങ്ങളെ അയച്ചു കളയാതിരിക്കുവാൻ ഏറിയൊന്ന് അപേക്ഷിച്ചു. അയ്യോ, ഞങ്ങളിവിടെ നിന്ന് പോകാൻ വിടരുതേ എന്ന് പറഞ്ഞു. അതൊരു ജാതികളുടെ നാടാണ്. ഈ ഭൂതങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഈ ഒരു മനുഷ്യനിൽ കയറിയിരിക്കുന്നത്. അവർ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം, അവിടെ മലയരികെ വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങൾ അയക്കണം എന്നവർ അവനോട് അപേക്ഷിച്ചു. അവർ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടുംതൂക്കത്തോടുകൂടി കടലിലേക്ക് പാഞ്ഞു വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ഉണ്ടായിരുന്നു. ഈ പന്നികൾ എല്ലാം ചത്തു. പന്നികളെന്നൊക്കെ പറയുന്നത് അന്ന് ജാതികളായ ആൾക്കാരെല്ലാവരും കഴിക്കുന്ന ഒരു ഇത് തന്നെയായിരുന്നു. എത്രമാത്രം നഷ്ടം അയാൾക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണുവാൻ പലരും പുറപ്പെട്ടു. അപ്പം പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഉടനെ ഈ സംഭവം അറിഞ്ഞ് എല്ലായിടത്തും ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നു, ഇതാണ് സംഭവിച്ചത്, നമ്മുടെ പന്നികളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. യേശുവിൻ്റെ അടുക്കൽ വന്ന് ലെഗിയോനുണ്ടായിരുന്ന ഭൂതഗ്രസ്തൻ. അപ്പോൾ ഈ ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ അവർ ഇയാളെ കണ്ടിട്ടുണ്ട്. ഈ ഭൂതഗ്രസ്തൻ എന്നും ഇങ്ങനെ അവിടെ അലഞ്ഞ് നടക്കുന്ന ഒരാളായിരുന്നു. അലറി വിളിച്ചുകൊണ്ട് കല്ലൊക്കെ കൊണ്ട് തന്നെ മുറിവേൽപ്പിച്ച് നടക്കുന്ന ആ ആള് ഇപ്പം നല്ല സുബോധത്തോടുകൂടി ഇരിക്കുന്നു, വസ്ത്രം ധരിച്ച് ഇരിക്കുന്നത് കാണുകയാണ്. അവർ ഭയപ്പെട്ടു. കണ്ടവർ ഭൂതഗ്രസ്തന് സംഭവിച്ചതും പന്നികളുടെ കാര്യം അവരോട് അറിയിച്ചു. അപ്പോൾ അവർ അവനോട് ഞങ്ങളുടെ അതിർ വിട്ടു പോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവർ ഇതറിഞ്ഞ് ഇത്രയും രോഗിയായ ഒരാളെ സൗഖ്യമാക്കിയ ഒരാളാണ്, അവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്താനും കഴിവുള്ളവനാണ് എന്ന് അറിയുന്നതിന് അവനെ സമീപിക്കുന്നതിന് പകരം അവനോട് ഞങ്ങളെ വിട്ടു പോകാനായിട്ടാണ് അവർ അപേക്ഷിച്ചത്. ജാതികളായ അവർ ഞങ്ങളെ വിട്ട് നീ പോണേ എന്ന് പറഞ്ഞാണ് അപേക്ഷിച്ചത്. അങ്ങനെ അവർ പോയി. അവൻ പടക് കയറുമ്പോൾ അവൻ തിരിച്ചു പോകാനായിട്ട് ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോയിക്കോട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. ഞാനും കൂടെ പോരട്ടെ എന്നപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞാണ് നമ്മളിന്ന് വായിച്ച മനപ്പാഠവാക്യം. യേശു അവനെ അനുവദിക്കാതെ നിൻ്റെ വീട്ടിൽ നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ നിന്നോട് കരുണ കാണിച്ചത് പ്രസ്താവിക്കുക എന്ന് അവനോട് പറഞ്ഞു. അതൊരു ജാതികളുടെ നാടാണ്. അവിടെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു, സാക്ഷിയാകേണ്ട ഒരാവശ്യം അവനുണ്ടായിരുന്നു ആ നാട്ടിൽ. ദൈവം നിനക്ക് എന്താണ് ചെയ്തതെന്ന് നീ പോയി അറിയിക്കണം. നീ ഇപ്പോൾ എൻ്റെ കൂടെ വരണ്ട. എപ്പോഴും യേശുവിനെ അനുഗമിക്കുന്നവർ മാത്രമല്ല ദൈവവേല ചെയ്യുന്നത്. അതിലും വലിയ ദൈവവേലയാണ് നമ്മളൊക്കെ ദൈവം ചെയ്തത് എന്താണെന്ന് മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്.
യേശുവിനെ എൻ്റെ കൂടെ പോകുന്നത് മാത്രമല്ല ദൈവവേല. അന്ന് പട്ടണം തോറും യേശു നടക്കുമായിരുന്നു പറയും, സുവിശേഷം അറിയിച്ചുകൊണ്ട്. യേശുവിൻ്റെ കൂടെ പല ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, പല സ്ത്രീകളും പോകുമായിരുന്നു യേശുവിനോടൊപ്പം സുവിശേഷ വേലയ്ക്കായിട്ട്. പക്ഷേ ഇപ്പോൾ യേശു പറഞ്ഞ അവനെ അയച്ച വേല അതിലും വലുതാണ്. അവൻ്റെ ജാതികൾ ഗദനരുടെ ദേശത്ത് ദൈവപുത്രൻ്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് വലിയ ദൗത്യമാണ് ദൈവം ആ മകനെ അന്ന് ഏൽപ്പിച്ചത്. അവനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ പോയി. കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ നിന്നോട് കരുണ കാണിച്ചതും പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെ ദെക്കപ്പൊലി നാട്ടിൽ ഘോഷിച്ചു തുടങ്ങി. എല്ലാവരും ആശ്ചര്യപ്പെടുകയും ചെയ്തു. അത് ഡെക്കാപ്പൊലീസ് എന്ന് പറയുന്ന ഒരു നാട്, 10 നഗരങ്ങളുടെ നാടാണത്. അതിലൊരു സ്ഥലത്താണിത് ഗദനരുടെ ദേശത്ത്. അപ്പോൾ ആ മെയിൻ സ്ഥലത്തിൻ്റെ പേര്, അല്ലെങ്കിൽ അതിൻ്റെ മൊത്തം പേര് ദെക്കപ്പൊലി നാട് എന്നാണ്. ഡെക്കാപ്പൊലിസ്, ഡെക്ക മീൻസ് 10, പൊലീസ് മീൻസ് സിറ്റീസ്. 10 സിറ്റികൾ, 10 നഗരങ്ങളുടെ നാടാണ്. അതാണ് ഡെക്കപ്പൊലീസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് 5-ാം അധ്യായത്തിൽ പിന്നെ യേശുവിൻ്റെ ശുശ്രൂഷ. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്കിതിൽ നമ്മൾ പഠിക്കാനുള്ള പാഠം എന്ന് പറയുന്നത്, നമുക്ക് പലപ്പോഴും നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില സ്വഭാവ വൈകല്യങ്ങൾ നമ്മളിലുണ്ട്. ചിലപ്പോൾ മുൻകോപമായിരിക്കും നമ്മുടേത്, അല്ലെങ്കിൽ മുൻകോപമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള പകയായിരിക്കാം, വെറുപ്പായിരിക്കാം, അസൂയായിരിക്കാം. അതൊക്കെ മാറ്റണം എന്ന് നമുക്കുണ്ട്. പക്ഷേ അത് മാറുന്നില്ല. നമ്മൾ ശ്രമിച്ചിട്ട് മാറാത്ത ചില സ്വഭാവ വൈകല്യങ്ങൾ നമ്മളിലുണ്ട്. അതിനാണ് യേശുവിൻ്റെ കൃപ അല്ലെങ്കിൽ യേശുവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമുള്ളത്. അത് തരാനായിട്ട് യേശു റെഡി ആയിട്ടിരിക്കുക. നമ്മളൊന്ന് ചോദിച്ചാൽ മതി. ആ ബോധഗ്രസ്തനായവൻ അത് തിരിച്ചറിഞ്ഞു. എന്നെ രക്ഷിക്കാൻ ഈ ആൾക്ക് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയാണ് അവൻ അവിടേക്ക് ഓടി വരുന്നത്. അതേപോലെ നമുക്ക് എന്തെങ്കിലും സ്വഭാവ വൈകല്യങ്ങളുണ്ടെങ്കിൽ ആ യേശുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുക. യേശുവിന് നമ്മളെ പരിപൂർണരാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. മർക്കോസ് 5:21 തുടങ്ങി 24 വരെയാണ്. യേശുവിനോടൊപ്പം റോളർ കോസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, ഈ ജയൻറ്റ് വീൽ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കുറേ ഭാഗത്ത് നമ്മൾ പൊങ്ങിയിരിക്കും, പിന്നെ നമ്മൾ താഴെ വരും. അങ്ങനത്തെ ഒരു ഇതാണ് റോളർ കോസ്റ്റർ. നമ്മൾ ഈ ചില വീഗാലാൻഡ് പോലത്തെയുള്ള സ്ഥലങ്ങളിൽ, വിനോദ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ ഇതുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ യേശുവിനോടൊപ്പം അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോകുന്നതാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് വിനോദ തീവണ്ടിപ്പാത എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിനോടൊപ്പം ചൊവ്വാഴ്ചയിൽ മർക്കോസ് 5:21 തുടങ്ങി 24 വരെ. ഇത് ശരിക്കും ഒരു കഴിഞ്ഞ പാഠം 3-ാമത്തെ അധ്യായം നമ്മൾ പഠിച്ചതാണ്. 3-ാമത്തെ പാഠത്തിൽ സാൻഡ്വിച്ച് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം തുടങ്ങി അതിനിടയ്ക്ക് വേറൊരു സംഭവം കയറി വരുന്നത് ഒന്ന് അവിടെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അതേപോലത്തെ ഒന്നാണ് ഇവിടെ നമ്മൾ വായിക്കാൻ പോകുന്നത്. ആദ്യത്തെ സംഭവം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു. അപ്പോൾ ഇക്കരയായിരുന്നു ആദ്യം നിന്നത്, ഉപമകളൊക്കെ പറഞ്ഞ്. എന്നിട്ടാണ് പറഞ്ഞത് നമുക്ക് അക്കരയ്ക്ക് പോകാൻ. അക്കരയ്ക്ക് പോയി അത് കഴിഞ്ഞ് 2 അത്ഭുതങ്ങൾ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ഇക്കരയ്ക്ക് വരുവാണ്. ഇക്കരെ കടന്ന് കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്നു അവനെ കണ്ട് കാൽക്കൽ വീണു, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് അവളെ വളരെ അപേക്ഷിച്ചു. അവൻ അവനോടുകൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാണുന്ന യായിറോസ് അതൊരു പള്ളി പ്രമാണിയാണ്. അപ്പോൾ നമുക്കറിയാം അപ്പുറത്ത് വിജാതിയരുടെ ദേശത്ത് പോയിട്ടാണ് യേശു ഇപ്പുറത്ത് വരുന്നത്. ഇവിടെ യഹൂദന്മാരുടെ നാടാണത്. അവിടെയുള്ള പള്ളി പ്രമാണി, യഹൂദന്മാരുടെ പള്ളിയിലെ ഒരു പ്രമാണി, സിനഗോഗിലെ ഒരു പ്രമാണി. സാധാരണ സ്വാഭാവികമായിട്ട് അവരൊരിക്കലും യേശുവുമായിട്ട് ചേർന്ന് പോകുന്നവരല്ല. കാരണം ഇവരെല്ലാവരും എപ്പോഴും പരീശന്മാരായിരിക്കും, ന്യായപ്രമാണം ശരിക്കും അറിയാവുന്നവരായിരിക്കും.
അവർ ജനത്തിൻ്റെയൊക്കെ ഒരു ലീഡേഴ്സായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ടീച്ചേഴ്സൊക്കെ ആയിട്ടാണ് അവർ അവിടെ വിരാജിക്കുന്നത്. പക്ഷേ ഇപ്പോൾ യേശു ക്രിസ്തു വന്നുള്ള യേശുവിൻ്റെ പഠനം കേട്ടപ്പോൾ ഒത്തിരി പേര് അവരെ മൈൻഡ് ചെയ്യാതെ യേശുവിനെ പുറകെ പോകുന്നത് ഇവർക്ക് വളരെ അസഹ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ യേശുവുമായിട്ട് വലിയൊരു സ്നേഹബന്ധം ഈ പള്ളി പ്രമാണിമാർക്ക് സാധാരണ ഉണ്ടാകാറില്ലായിരുന്നു. അങ്ങനെ ഒരു കൂട്ടത്തിലുള്ളതായിരുന്നു ജൈറോസ്. പക്ഷേ ജൈറോസിൻ്റെ അവസ്ഥ ആ യേശുവിൻ്റെ മുമ്പിൽ വീഴേണ്ട ഒരു അവസ്ഥയിലേക്ക് അവൻ വന്നിരിക്കുന്നു. അവൻ വീഴുകയും ചെയ്തു. കാരണം അവൻ അക്സെപ്റ്റ് ചെയ്തു യേശുവിനെ. ഈ യേശുവിനല്ലാതെ എൻ്റെ മകളെ വിടുവിക്കാൻ കഴിയില്ല എന്നവന് മനസ്സിലായി. അങ്ങനെയാണ് യേശുവിൻ്റെ മുമ്പിൽ പള്ളി പ്രമാണികളിൽ യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് കാൽക്കൽ വീണു. സാധാരണ പള്ളി പ്രമാണികൾ അങ്ങനെ യേശുവിൻ്റെ മുമ്പിൽ താഴാറില്ല. പക്ഷെ ഇവൻ കാൽക്കൽ വീഴുന്നവരെയും താണു. അത്രയും അവൻ നിരാശനായിരുന്നു തൻ്റെ മകളുടെ രോഗം മൂലം. എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കണേ, നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. വേറെ ആരിലും രക്ഷയില്ല എന്ന് യായിറോസ് മനസ്സിലാക്കി. അതാണ് നീ വന്ന് കൈവയ്ക്കണമേ. അവനോടുകൂടെ പോയി വലിയ പുരുഷാരവും പിൻചെന്നവനെ തിക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ യേശു ഒന്നും എതിർത്ത് പറയുന്നില്ല. നീ വലിയ പള്ളി പ്രമാണിയാണല്ലോ, നിനക്ക് വേറെ ആൾക്കാരൊന്നും കിട്ടിയില്ലെന്നോ ഒന്നും യേശു ചോദിക്കുന്നില്ല. അവൻ വന്ന് യാചിച്ചപ്പോഴേ യേശു അവൻ്റെ മനസ്സ് അറിഞ്ഞു. അവൻ എത്രമാത്രം നിരാശനാണെന്നും എത്രമാത്രം തന്നിൽ ആശ്രയിക്കുന്നുവെന്നും യേശുവിന് മനസ്സിലായി. യേശു അവനോടൊപ്പം പോവുകയാണ്. നീ മകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്നൊന്നും യേശു പറയുന്നില്ല. അവനോടൊപ്പം അവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുക. അങ്ങനെ ആ സംഭവം തുടങ്ങുമ്പോഴാണ് പോകുന്ന വഴിക്ക് വേറൊരു സംഭവം നടക്കുന്നത്. അതെന്താണെന്ന് നോക്കാം. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്നു സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടതാര് എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തെക്കുന്നത് കണ്ട് എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്നവൻ്റെ മുമ്പിൽ വീണു വസ്തുതൊക്കെ അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, ഇതായിരുന്നു സംഭവം. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ സ്ത്രീയുടെ അവസ്ഥ, നമ്മൾ നേരത്തെ ആ കല്ലറകളിൽ ജീവിച്ചു വന്ന മനുഷ്യൻ്റെ അവസ്ഥ 3-4 വാക്യങ്ങളിൽ വായിച്ചത് കേട്ടു. അതേപോലെ ഒരു അവസ്ഥയാണ് ഈ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവളുടെ അവസ്ഥ? എന്തായിരുന്നു? പല വൈദ്യന്മാരാലും ഏറിയൊന്നു സഹിച്ചു, തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ച്, എന്നിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന്, അല്ലെങ്കിൽ ഏറ്റവും നിസ്സഹയായി തീർന്നു. ഇനി ആരും എന്നെ രക്ഷിക്കാനില്ല, എനിക്കൊരു പൈസ പോലും ഇനി ചിലവാക്കാനുമില്ല, എല്ലാവരാലും കൈവിട്ട ഒരവസ്ഥ. അതേ അവസ്ഥയാണ് ആ വിജാതീയനായ അയാളുടെ അവസ്ഥയും. ആരും അവനെ കൈക്കൊള്ളുന്നില്ലെന്നോ അവനെ സൗഖ്യമാക്കാനും ആരുമില്ല. അവൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് അവനിങ്ങനെ കല്ലറകളിലൊക്കെ ജീവിക്കുകയായിരുന്നു. അതേപോലെ ഈ സ്ത്രീയുടെ അവസ്ഥ അതുപോലെ, ആരുമില്ലായിരുന്നു അവളെ സഹായിക്കാൻ. അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഇതൊക്കെ ചെലവഴിച്ചിട്ടും ഒരു ഗുണമില്ലാതെ ഏറ്റവും നിസ്സഹായി തീർന്ന സമയത്താണ് യേശുവിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം അവൾ കേൾക്കുന്നത്. ചിലപ്പോൾ ആ ഗദർനരുടെ ദേശത്തുള്ള അയാളോട് യേശു ചെയ്യാൻ പറഞ്ഞതുപോലെ അയാൾ പറഞ്ഞതല്ല ഇവൾ കേട്ടത്. അത് അക്കരെയാണ് അയാളുടെ സംഭവം നടന്നത്. ഇപ്പോൾ യേശു ഇക്കരെയാണ്. ആ സമയത്ത് വേറെ പലരോ സാക്ഷ്യം പറഞ്ഞതായിരിക്കും ഇവളോട്, ഇങ്ങനെ ഒരാളുണ്ട്, നീ അയാളുടെ അടുത്ത് പോയാൽ നിനക്ക് സൗഖ്യമാകും, ഉറപ്പായിട്ടും നിനക്ക് സൗഖ്യമാകുമെന്ന് അവർ പറഞ്ഞിരിക്കാം. അതാണ് പറഞ്ഞ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും അത് അറിഞ്ഞപ്പോഴേക്കും, ഇത്രയും ശക്തിയുള്ള ഒരു ആളാണ് യേശു എന്ന് അറിഞ്ഞപ്പോഴേക്കും യേശു അവളെ നോക്കണ്ട,
യേശുവിനെ എനിക്ക് തൊടണ്ട, ആ വസ്ത്രത്തിൻ്റെ ഒരു അറ്റത്ത് എനിക്ക് തൊട്ടാൽ മതി, എങ്കിൽ ഞാൻ രക്ഷപ്പെടും. അത്ര വിശ്വാസം അവളിൽ ഉണ്ടാക്കുവാനായിട്ട് ആ സാക്ഷ്യം പറഞ്ഞ ആൾക്ക് പറ്റി, ആ വർത്തമാനം ഇവളെ അറിയിച്ച ആൾക്ക് പറ്റി. അപ്പോൾ അയാളൊരു നല്ല സാക്ഷിയായിരുന്നായിരിക്കും യേശുവിൻ്റെ. കാരണം ഈ സ്ത്രീയിൽ ഇത്രയും വിശ്വാസം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. ഈ സ്ത്രീ പറയുന്നത് യേശു എന്നെ തൊടണമെന്നോ എന്നെ തൊട്ട് സൗഖ്യമാക്കണമെന്നോ ഒന്നുമല്ല, എന്നെ നോക്കണമെന്ന് പോലും പറയുന്നില്ല. ഞാൻ പുറകെ കൂടി ചെന്നിട്ട് ആ വസ്ത്രത്തിലൊന്നും ഞാനൊന്ന് തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യമാകും എന്നാണ് പറയുന്നത്. അവൾ ശരീരത്തിൽ പുരുഷാരത്തിൽ കൂടി പുറകിലൂടെ ചെന്നു, യേശുവിൻ്റെ ഫ്രണ്ടിൽ പോലും വന്നില്ല. അവൻ്റെ വസ്ത്രം തൊട്ടു, ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. എത്ര ശക്തിയാണ് നമ്മുടെ ദൈവത്തിനുള്ളതെന്ന് ഓർത്ത് നോക്കുക. ഭൂതങ്ങളിൽ നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ പിശാച് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പാപങ്ങൾ വെച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം വിടുതൽ തരുവാൻ സാധിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ സാധിക്കുന്നു. ഒരു ശാരീരികമായിട്ടുള്ള ഒരു അസുഖം, മറ്റാരെ കൊണ്ട് സൗഖ്യമാക്കാൻ പറ്റാത്ത അസുഖം സൗഖ്യമാക്കാൻ കഴിയുന്നൊരു ശക്തി ഉള്ളൊരു ദൈവം നമുക്കുള്ളതിൽ എത്രമാത്രം നമ്മൾ പിതാവിനോട് നന്ദി പറയേണ്ടവരാണ്. അപ്പോൾ തൊട്ട ഉടനെ അവൾക്ക് സൗഖ്യം വന്നു, ശക്തി പുറപ്പെട്ടെന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ് എൻ്റെ വസ്ത്രം തൊട്ടത് ആര് എന്ന് യേശു ചോദിക്കും. അപ്പോൾ ശിഷ്യന്മാർക്ക് ഇതൊക്കെ കേട്ടിട്ട് ഒരു വിഡ്ഢി ചോദ്യം പോലെ തോന്നി. കാരണം പുരുഷാരിങ്ങനെ തിങ്ങി പോവുകയാണ് യേശുവിൻ്റെ കൂടെ. സ്ഥലമില്ല അവർക്ക് നടന്നു പോകാനായിട്ട്, അത്രമാത്രം തിക്കിയാണ് പോകുന്നത്. അപ്പോഴാണ് യേശു ചോദിക്കുന്നത് ആരാണ് എന്നെ തൊട്ടതെന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിന്നെ തിക്കുന്നത് കണ്ടിട്ടും പുരുഷാരൻ നിന്നെ തിക്കുന്നത് കണ്ടിട്ട് എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നു. അവനോ ആ ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി, എന്നെ തൊട്ടത് ആരാണെന്ന് അവൾക്ക് യേശുവിനെ കാണണമായിരുന്നു. ശക്തി തന്നിൽ നിന്നും പുറപ്പെട്ടത് യേശു അറിയുന്നു. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ടും ഭയപ്പെട്ട് വിറച്ചും കൊണ്ട് വന്നു. അപ്പോൾ സ്ത്രീയും അറിഞ്ഞു എൻ്റെ രോഗം മാറി. 12 സംവത്സരമായിട്ട് രക്തസ്രാവം. നമ്മളൊന്ന് ഓർത്ത് നോക്കുക, സ്ത്രീകൾക്കാണ് ഈ അവസ്ഥ ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നത്. അവർക്ക് എല്ലാ മാസത്തിലും അവരിത് അനുഭവിക്കുന്നുണ്ട്. ഏകദേശം ഒരാഴ്ചയോളം ഇങ്ങനെ ഒരു പ്രയാസമേറിയ ഒരു ഘട്ടം അവരെല്ലാവരും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ സ്ത്രീകൾക്കറിയാം. അത് ഒരാഴ്ചയിലെങ്ങാനും കൂടിപ്പോകുമ്പോഴേക്കും നമുക്കെല്ലാം ഭയങ്കര ഇറിറ്റേഷനും നിരാശയൊക്കെ ആയിരിക്കും. ഇതെന്താ മാറാത്തത് അത് നാച്ചുറലായിട്ട് എല്ലാവരുടെയും ശരീരത്തിൽ നടക്കും. പക്ഷേ ഇത് നാച്ചുറലല്ല, ഇത് അൺനാച്ചുറലായിരുന്നു. 12 സംവത്സരമായിട്ടും ഇതിൽ നിന്നും വിടുതൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കണം നമ്മൾ ആ സ്ത്രീയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. ചിലപ്പോൾ അവർ ഒത്തിരി അനീമിക്കായിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ രക്തം ഒട്ടുമില്ലാതെ ഇത്രയും വർഷം രക്തം ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും ആ സ്ത്രീ ഇപ്പോൾ എത്തിയത്. ക്ഷീണിച്ച് തളർന്ന് ഒരു വിളറി വെളുത്ത ഒരവസ്ഥയായിരിക്കും. പക്ഷേ തൊട്ട മാത്രയിൽ അവൾ ആ സൗഖ്യം തിരിച്ചറിഞ്ഞു. എൻ്റെ ആ രോഗം എനിക്ക് മാറിയത് അവൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ അവൾ ഭയപ്പെട്ടും വിറച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്നല്ല പറഞ്ഞേ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. അതൊരു ബാധയാണ് എന്നാണ് യേശുവും പറയുന്നത്. ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു. അതാണ് സാൻഡ്വിച്ച് സ്റ്റോറിയിൽ യായിറോസിൻ്റെ തുടങ്ങി യേശുക്രിസ്തു യായിറോസിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വഴിയിൽ വെച്ച് സംഭവിച്ചതാണ് ഇത് കാണുന്നത്. അതേപോലെ നേരത്തെ നമ്മൾ വായിച്ചു, ഇക്കരെ നിന്നിട്ട് അക്കരയ്ക്ക് പോകുന്ന വഴിയിലാണ് കാറ്റിനെ ശാന്തമാക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി. അത് കഴിഞ്ഞ് യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വേറൊരു സ്ത്രീയെ സൗഖ്യമാക്കിയത്. ഇനിയിപ്പോൾ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ ഒരാൾ വന്നിട്ട് ഇവരോട് പറഞ്ഞു, നിൻ്റെ മകൾ മരിച്ചുപോയി, ഇനി എന്തിനാ ഗുരുവിനെ അസഹ്യപ്പെടുത്തുന്നത്? ഗുരുവിന് വന്നിട്ടും കാര്യമില്ല, മകൾ മരിച്ചുപോയല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിനറിയാം അവൾ ഉറങ്ങുകയാണ്. നമ്മളെ ദൈവം പഠിപ്പിച്ചതും അങ്ങനെയാണ്. നമ്മളിപ്പോൾ
ഇനി നമ്മളെല്ലാവരും നിദ്രയിലേക്ക് പോകണം. പക്ഷേ യേശു നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും എഴുന്നേൽക്കും. കാരണം മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ നമ്മുടെ യേശുവിൻ്റെ കയ്യിലാണ്. യേശു നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ കല്ലറകളെ തുറന്ന് നമ്മൾ എഴുന്നേറ്റ് വരും. ആ നിദ്രയിലേക്ക് നമ്മളെല്ലാവരും പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ അതാണ്, ഒരു പേടിയുമില്ലാതെ അല്ലെങ്കിൽ ഒരു ടെൻഷനൊന്നും യേശുവിനോ അയ്യോ ഞാൻ വൈകിപ്പോയല്ലോ, നേരത്തെ അങ്ങ് എത്തേണ്ടതായിരുന്നു, കൊച്ചു മരിച്ചു പോയല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ യേശു വാക്ക് കാര്യമാക്കിയത് പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനും അല്ല മറ്റാരും തന്നോടുകൂടി ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നപ്പോൾ ആരാവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്ത് കടന്നിട്ട് ശിഷ്യന്മാരിൽ 3 പേരെ മാത്രം കൂടെ കൊണ്ടുപോയി യേശുക്രിസ്തു ആ കുട്ടിയെ വിളിച്ചു. എന്താണ് തലീത്ത കുമി? തലീത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ലാമ്പ്, ആട്ടിൻകുട്ടി എന്നാണ്. എന്ന് വെച്ചാൽ വളരെ ഓമനച്ച് അതിനെ വിളിക്കുന്നതാണ്. ആ കുട്ടിയെ വിളിച്ചതും എന്താണ് വിളിച്ചത്? അവിടെ കിടന്ന ആൾക്കാരുടെ കരച്ചിൽ കണ്ട് എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുന്ന അത്രയെന്ന് പറഞ്ഞ് എല്ലാവരും പുറത്താക്കിയിട്ട് കുട്ടിയുടെ അപ്പനെയും തൻ്റെ കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് അകത്ത് കടന്നു. ബാലയെ എഴുന്നേൽക്കുക എന്നാണ് വിളിച്ചത്, തലീത്ത കുമി. അങ്ങനെ അവൾ എഴുന്നേറ്റ്, അവൾക്ക് 12 വയസ്സായിരുന്നു. അപ്പം നേരത്തെ നമ്മൾ കണ്ട 12 വർഷം രോഗിയായിരുന്ന, രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയെ യേശു സൗഖ്യമാക്കി. അതേപോലെ 12 വയസ്സേ ആയിട്ടുള്ളൂ ഈ കുട്ടിക്ക്. അവളെ യേശു സൗഖ്യമാക്കി. ഇത് ആരും അറിയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കണം, ഒരു വിജാതിയരുടെ സ്ഥലത്ത് ചെന്ന് യേശു ചെയ്തപ്പോൾ നിനക്ക് വിശ്വാസമില്ലെന്നാ ഒന്നും പറഞ്ഞില്ല, നീ ആരോടും പറയരുതെന്നും പറഞ്ഞില്ല. നീ പോയി എല്ലാവർക്കും സാക്ഷ്യം പറയാനാണ്. കാരണം അവിടെ ദൈവത്തെ അറിയാത്ത ജനങ്ങളാണുള്ള, അവരോട് പറയണം. പക്ഷേ ഈ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പുറത്ത് തൻ്റെ ദേശത്ത് വന്നപ്പോൾ യേശു പറഞ്ഞത് ഇത് പറയരുത്. കാരണം ഇത് പറഞ്ഞാൽ യഹൂദ നേതാക്കൾക്കും പള്ളി പ്രമാണികൾക്കും എല്ലാം യേശുവിനോടുള്ള അസൂയ വർദ്ധിക്കുകയും അവർ യേശുവിൻ്റെ ആ മിനിസ്ട്രിയെ, ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും എന്നറിയാമായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷേ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയപ്പോഴും യേശു അവരോട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കുക. അതേപോലെ ഈ യായിറോസിൻ്റെ ഭൃത്യനോടും പറഞ്ഞത് പേടിക്കേണ്ട, നിങ്ങൾ വിശ്വസിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. മോള് മരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് യേശു അങ്ങനെ പറഞ്ഞത്. അപ്പോൾ യഹൂദന്മാരോട് എപ്പോഴും യേശു പറയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് യേശു തിരസ്കരിക്കപ്പെടുന്നതാണ്. ബുധനാഴ്ച പാഠത്തെ തിരസ്കരണവും സ്വീകരണവും. നമുക്കറിയാം, ഒരു സ്വീകരണം കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. സ്വീകരണം എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇതിലൊക്കെ ഭയങ്കര ഷാളിട്ട് സ്വീകരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷാൾ ഇട്ടില്ലെങ്കിൽ തന്നെയായാലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുക, നമ്മളെ തിരിച്ചറിയുക, ഒരു വാക്ക് നമ്മളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരവസ്ഥ ഒന്ന് ഓർത്തു പോകും. തിരസ്കരിക്കുകയും അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുക. നമ്മളൊരു സ്ഥലത്ത് നിന്ന് ചെല്ലുമ്പോൾ ആരും നമ്മളെ കണ്ടതായിട്ട് നടിക്കാതെയും നമ്മളെന്തെങ്കിലും ചെയ്യും, നീ ആരെന്ന് എനിക്കറിയാം, നീ വലിയ ആളൊന്നും ആകണ്ട എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ തിരസ്കരിക്കുമ്പോൾ എത്രമാത്രം നമുക്ക് ഫീൽ ചെയ്യുമെന്ന് ഓർക്കുക. അതേപോലെ ഒരു അവസ്ഥയാണ് യേശുവിനുണ്ടായത്. യേശു തൻ്റെ പിതൃനഗരത്തിൽ, തൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ യോസഫിൻ്റെ നഗരം, അവിടെ ചെന്ന്, അതാണ് നാസറത്ത്, യേശു വളർന്ന സ്ഥലം. അവിടെ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ശബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. ഈ സെയിം തിങ് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലും വായിക്കാൻ പറ്റും. മത്തായി 13:53-58 വരെ. അതുപോലെ ലൂക്കോസ് 4 16 തുടങ്ങി 30 വരെ. അത് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമാണ്. ലൂക്കോസ് 4:16 അല്ലേ? ലൂക്കോസ് 4:16 നമ്മളെങ്ങനെ വായിക്കുന്നത്? അവൻ വളർന്ന നസ്രത്തിൽ ചെന്നു ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ്. എന്നിട്ട് എന്താണ് യേശു വായിച്ചതെന്ന് അറിയാം. യെശയ്യാവിൻ്റെ പ്രവചനം 61 അധ്യായം 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. അപ്പം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് എന്താണെന്നൊന്നും ക്ലിയർ ആയിട്ട് എഴുതിയിട്ടില്ല. പക്ഷേ ഇതിലത് എഴുതിയിട്ടിരിക്കുന്നു. നസ്രത്തിൽ വന്നു
ശബദിൽ തൻ്റെ പതിപോലെ പള്ളിയിൽ ചെന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം കൊടുത്തു. അവൻ വായിച്ചു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയല്ല, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. അത് വായിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇന്ന് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു. യെശയ്യാവ് പ്രവചിച്ച കാര്യം എല്ലാ തിരുവെഴുത്തുകളും പൂർത്തിയാക്കാനാണ്. അതാണ് യേശു പറഞ്ഞ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കാനല്ല വന്നത്, നിവർത്തിക്കാൻ. അവരെന്താണോ പറഞ്ഞത് അത് പൂർത്തിയാക്കുവാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു പ്രവചനത്തിനും എൻ്റെ പൂർത്തീകരണമായിരുന്നു അവിടെ സംഭവിച്ചത്. അത് മാർക്കോസ് 6-ാം അധ്യായത്തിൽ 1 വാക്യങ്ങൾ. പിതൃഭവനത്തിൽ ചെന്നു ശിഷ്യന്മാരും അനുഗമിച്ചു. ശബദായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പലരും കേട്ട് വിസ്മയിച്ചു. പക്ഷെ അവരുടെ വിസ്മയം ഒരു നല്ല രീതിയിലല്ല. അവനൊരു പരിഹസിക്കുന്ന പോലെ, ഇവ എവിടെ നിന്ന് കിട്ടുന്നു? ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന അത്ഭുത വിദ്യകൾ, വീര്യപ്രവൃത്തികൾ എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവർ സഹോദരന്മാർ തച്ചനല്ലയോ? ഇവൻ്റെ സഹോദരികൾ ഇവിടെ നമ്മോട് കൂടെ ഇല്ലെന്ന് പറഞ്ഞ് അവനിൽ ഇടറിപ്പോയി. ഇത്രയും അത്ഭുതം സ്വന്തം നാട്ടിൽ ചെന്ന് അതിൻ്റെ അപ്പുറത്തുള്ള നാട്ടിൽ ചെയ്ത ഈ അത്ഭുതങ്ങളെല്ലാം ചിലപ്പോൾ ഇവർ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടൊക്കെ ആയിരിക്കും പറയുന്നത്. എന്നിട്ടും അവനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. അവനോട് ചേർന്ന് അവനിൽ എന്താണ് ഈ ശക്തി എന്ന് തിരിച്ചറിയാതെ, അതെന്താണെന്ന് അറിയണം എന്ന് ആഗ്രഹിക്കാതെയാണ് ആ പിതൃനഗരത്തിലുള്ളവർ, നാസറത്തിലുള്ളവർ യേശുവിനെ തിരസ്കരിച്ചത്. അപ്പോൾ യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞാൽ സ്വന്തം ആൾക്കാർ ആണ് അവരെ സ്വീകരിക്കാത്തത്, ബഹുമാനിക്കാത്തത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ മനുഷ്യനായിട്ട് ജനിച്ചതിനെക്കുറിച്ച് പറഞ്ഞതിൽ എഴുതിയിട്ടുണ്ട്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ഈ ഒരു പ്രവാചകനെ ബഹുമാനിക്കാത്തവർ എന്നാണ് യേശു പറയുന്നത്. പക്ഷേ അവൻ കഫർന്നഹൂമിലൊക്കെ അവന് ഒത്തിരി സ്വീകരണമാണ് യേശുവിന് കിട്ടിയത്. അപ്പോൾ ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല അവന്. നാസറത്തിൽ കുറച്ച് പേർക്ക് കൈവച്ച് അവർക്ക് സൗഖ്യമാക്കിയത്. കാരണം എന്തായിരുന്നു? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് എന്താണ് കാരണം. അവരുടെ അവിശ്വാസം നിമിത്തം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 53-58 വരെയുള്ള വാക്യങ്ങളിൽ അത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അവരുടെ അവിശ്വാസം നിമിത്തം താൻ അവിടെ അത്ഭുത പ്രവൃത്തികളൊന്നും ചെയ്തില്ല എന്ന്. അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സവർക്ക് ഇല്ലായിരുന്നു. അവർ യേശുവിൽ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, പിന്നെ അടുത്ത അതിൻ്റെ ഭാഗം, നമ്മുടെ 6-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം, യേശു 12 വരെ പ്രസംഗിക്കാൻ അയക്കുന്നതും സൗഖ്യമാക്കാൻ അയക്കുന്നതും അതോടുകൂടി തന്നെ യോഹന്നാൻ സ്നാപകൻ്റെ ശിരച്ഛേദത്തിൻ്റെ കാര്യവും പറയുന്നത്. അവർ രണ്ടുപേരുടെയും മിനിസ്ട്രി തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. യേശു 12 ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ എങ്ങനെ പോകണമെന്നാണ്. അവരുടെ ലൈറ്റായിട്ടുള്ള യാത്ര, ലൈറ്റ് മീൻസ് ഭാരം കുറഞ്ഞതായിരിക്കണം അവരുടെ യാത്ര. എങ്ങനെയാണ്? വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും മടിശീലയിൽ കാശും അരുത്, ചെരുപ്പ് ഇട്ടുകൊള്ളാം. വടിയും വേണം, ചെരുപ്പും, വേറെ ഒന്നും വേണ്ടെന്നാണ് യേശു പറയുന്നത്. 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടം വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർക്കുക. ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് അവർ നിങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് കൂടെ സമാധാനത്തിൽ കഴിയുക, അവരുടെ സഹായം കൂടെ ലഭിക്കുക എന്നുള്ളൊരർത്ഥമാണ് അവിടെ പറയുന്നത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ ത്യജിക്കുകയാണെങ്കിൽ, നീയൊന്ന് ഈ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനെ കുടഞ്ഞു കളയുവിനെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അതേപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കോൺട്രാസ്റ്റ്, അതിൻ്റെ വിരുദ്ധമായിട്ട് യോഹന്നാൻ്റെ മിനിസ്ട്രി എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് യോഹന്നാൻ്റെ മിനിസ്ട്രി ഹെരോദാവിൻ്റെ കുടുംബവുമായിട്ട് ഈ സ്നാപകന്
ആ ഹെരോദാവിൻ്റെ കുടുംബത്തിൻ്റെ തെറ്റുകൾ പറയുകയാണ് ഹെരോദാവ് ചെയ്ത തെറ്റായ പ്രവൃത്തി എന്തെന്ന് ചൂണ്ടിക്കാണിക്കുക ആണ് യോഹന്നാൻ ചെയ്തത്. അവരുമായിട്ട് സുഹൃത്ത് ബന്ധമൊന്നും യോഹന്നാനില്ലായിരുന്നു. ശിഷ്യന്മാരെ അയച്ചപ്പോൾ യേശു പറഞ്ഞത്, നിങ്ങൾ എവിടെയാണോ ചെല്ലുന്നത് അവരുമായിട്ട് കൂട്ടായി തീരണം, അവിടെ താമസിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ യോഹന്നാൻ അവരുമായിട്ട് കൂട്ടുകൂടാനായിട്ട് യോഹന്നാൻ പറ്റിയില്ല. യോഹന്നാൻ ഒരാളെ മാത്രമേ ഭയപ്പെട്ട് ജീവിച്ചുള്ളൂ. ഏത് രാജാവിൻ്റെ മുമ്പിലും പറയാനായിട്ട് ധൈര്യം ഉണ്ടായിരുന്നു. ആ യോഹന്നാൻ്റെ മരണമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ യോഹന്നാൻ ചെയ്തതുപോലെ 12 അപ്പോസ്തലന്മാർ മാനസാന്തരം ഘോഷിച്ച അതേ സമയത്തായിരുന്നു സ്നാപകൻ്റെ വ്യക്തമായ ശബ്ദത്തെ നിശബ്ദമാക്കിയത്. യേശു അവരെ പറഞ്ഞു വിട്ട് എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ പറയുന്ന ആ സമയത്ത് തന്നെ കൊട്ടാരത്തിൽ യോഹന്നാനെതിരായിട്ട് വലിയൊരു പദ്ധതി, ഗൂഢ ആലോചന നടക്കുകയും യോഹന്നാൻ്റെ ശിരച്ഛേദം സംഭവിക്കുകയും ചെയ്തത്. പക്ഷേ പലരും പറയുന്ന ആ യോഹന്നാൻ്റെ ആത്മാവാണ് യേശുവിൽ കടന്ന് ഇത്രയും വലിയ ശക്തിയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശുവിനെ തള്ളിക്കളഞ്ഞതുപോലെ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പ്രയാസമേറിയ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? യേശു ആ നാട്ടിൽ തിരസ്കരിക്കപ്പെട്ടതുപോലെ. നമുക്കറിയാം പത്രോസൊക്കെ യേശുവിനെ തള്ളി പറഞ്ഞ കാര്യം അല്ലേ. അത്രയും അത്ഭുതം കണ്ടിട്ടും പത്രോസിന് തള്ളിക്കറയാനായിട്ട് സാധിച്ചു. നമ്മുടെ വ്യാഴാഴ്ചത്തെ പാഠം അവസാന ഭാഗത്തേക്ക് ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു മശിഹ. ഇവിടെ കാണുന്നത് യേശു 5000 പോഷിപ്പിക്കുന്ന കാര്യമാണ്. അതെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 20 തുടങ്ങിയാണ് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അയച്ച അപ്പോസ്തലന്മാർ തിരിച്ചു വന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി തങ്ങൾ ചെയ്തത് ഉപദേശിച്ചത് എല്ലാം അറിയിച്ചു. വരുന്നവരും പോകുന്നവരും വളരെ ആയിരുന്നതിനാൽ അവർക്ക് ഭക്ഷിക്കാൻ പോലും സമയമില്ലായതുകൊണ്ട് അവൻ അവരോട്, നിങ്ങളൊരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പടകിൽ കയറി ഒരു ഏകാന്ത സ്ഥലത്ത് വേറിട്ട് പോയി. അവർ പോകുന്നത് പലരും കണ്ടറിഞ്ഞ് എല്ലാ പട്ടണങ്ങളിൽ നിന്നും കാൽനടയായി അവർക്ക് മുമ്പേ ഓടി അവർക്ക് മുമ്പേ അവിടെ എത്തി. യേശുവും ശിഷ്യന്മാരും ഒരു ദിവസത്തെ വേല കഴിഞ്ഞ ശിഷ്യന്മാരെല്ലാം തിരിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞാൽ, നിങ്ങൾ കുറച്ച് നേരം വിശ്രമിക്കുക, നമുക്കൊരു ഏകാന്ത സ്ഥലത്ത് ആരും ഇല്ലാത്തടത്ത് പോകാമെന്ന് പറഞ്ഞ് അവർ പടകിൽ കയറിപ്പോയി. അതറിഞ്ഞ് ജനമെല്ലാം അവരെത്തുന്നതിന് മുമ്പേ അവർ ചെല്ലുന്ന സ്ഥലത്ത് ഇറങ്ങി. അവൻ പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടു. അപ്പോൾ എന്താണ് യേശു ചിന്ത? അവൻ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയതുകൊണ്ട് അവൻ മനസ്സലിഞ്ഞ് പലതും ഉപദേശിച്ചു തുടങ്ങി. അവിടെ ചെന്നിട്ടും വിശ്രമിക്കാൻ ചെന്നതാണ് യേശു. പക്ഷേ ജനങ്ങൾ കൂടുതലും അവിടെ തിരക്കി വന്നപ്പോൾ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ അവരോട് സംസാരിക്കാൻ തുടങ്ങിയാണ്. നേരം വൈകിട്ടും ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്ന്, ഇത് നിർജ്ജന പ്രദേശമല്ലോ, നേരവും വൈകി, ഭക്ഷിക്കാനില്ലായകയാൽ അവർ ചുറ്റുമുള്ള കുടികളിൽ ഊരുകളിൽ നിന്ന് ഭക്ഷിക്കുവാൻ വല്ലതും കൊള്ളേണ്ടവൻ അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. ഇവർ യേശുവിൻ്റെ അടുത്ത് വന്നത് സൗഖ്യമാകുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനാണ്. പക്ഷേ ശിഷ്യന്മാർ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരുന്നതുകൊണ്ട് ശിഷ്യന്മാർ പറഞ്ഞു, നീ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു വിട്, അവരെവിടെയെങ്കിലും പോയി ആഹാരം വാങ്ങിച്ച് കഴിക്കട്ടെ. ഇവിടെയാണെങ്കിൽ ഒന്നുമില്ല, ഇതൊരു നിർജ്ജന പ്രദേശത്താണ് അവർ വന്നിരിക്കുന്നത്, നീ അവരെയൊക്കെ പറഞ്ഞു വിട്, അവരെവിടെയെങ്കിലും പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞു. ശിഷ്യന്മാരുടെ ശാരീരിക അവസ്ഥ അത്രമാത്രം ക്ഷീണിതനാണ്. പക്ഷേ യേശുവിന് ഒരു ക്ഷീണമില്ല. ദൈവവേലയിൽ ഒരിക്കലും യേശുവിന് ക്ഷീണം ഇല്ലായിരുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് ഇവിടെ കൊണ്ടുവരാൻ. അങ്ങനെയാണ് അവർ പോയി അതിവിടെ പറഞ്ഞിട്ടില്ല ഈ അധ്യായത്തിൽ, ഒരു ബാലനാണ് അത്രയും 5 അപ്പവും 2 മീനും അത് കൊണ്ടുവന്ന് യേശുവിന് കൊടുത്തു. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? എല്ലാവരെയും പച്ചപ്പുല്ലിൽ പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. അവൻ 100ഉം 50ഉം വീതം നിരയായിരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി അവർക്ക് വിളമ്പുവാൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ 2 മീനും എല്ലാവർക്കും വിഭാഗിച്ചു കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. കഷ്ണങ്ങളും മീൻ നുറുക്കും 12 കൊട്ട നിറച്ചെടുത്തു. അപ്പം തിന്നവരോ 5000 പുരുഷന്മാരായിരുന്നു.
അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന മിശിഹ ഒരു ഇടയനായ മിശിഹ അല്ലേ. യേശു നോക്കുമ്പോൾ ആ ജനങ്ങളെല്ലാം ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ യേശു അവർക്ക് ഈ അപ്പം അവരെ എവിടെയാണ് ഇരുത്തി? പച്ച പുല്ലിൽ അല്ലേ. നമ്മൾ സങ്കീർത്തനം 23 യഹോവൻ്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ നടത്തുന്നു. അങ്ങനെ അതാണ് ആ പച്ച പുല്ലിലോട് അവർ ഇരിക്കാൻ പറഞ്ഞു. അവരുടെ ശാരീരിക ആവശ്യങ്ങളെല്ലാം നിവർത്തി കൊടുത്ത ആ യേശുവിനെയാണ് നമ്മൾ നല്ല ഇടയനായ യേശുവിനെയാണ് നമ്മളവിടെ കണ്ടത്. ഇനി ഒരു അവസാനത്തെ 6-ാം അധ്യായം അവസാനിക്കുന്നത് യേശു കടലിൻ്റെ മീതെ വെള്ളത്തിൻ മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് വരുന്ന മഹാശക്തനായ ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ഒരു മനുഷ്യർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് ചെയ്തത്. അവൻ വെള്ളത്തിൻ മീതെ നടക്കുന്നതുകൊണ്ട് അവരെല്ലാവരും പേടിച്ചു, ഭൂതമെന്ന് പറഞ്ഞു. അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി. കാറ്റമർന്ന് അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. അവരെ ഹൃദയം കടുത്തിരുന്നതുകൊണ്ടും അപ്പത്തിൻ്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അവർ അക്കരെ എത്തി ഗെനസരത്ത് ദേശത്തണഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വ്യത്യസ്ത തരത്തിലുള്ള ഒരു മെഷിയയാണ് ഈ പാഠത്തിൻ്റെ വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ ഹെഡിങ്. അപ്പം നമ്മളൊരു ഇടയനായിട്ട് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഇടയനായിട്ട് നമ്മൾ കണ്ടു. വിശന്നിരുന്നപ്പോൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു. അതുപോലെ ദൈവവചനത്തിനായിട്ട് അവർ ദാഹിച്ച് ഓടി വരികയാണ്. യേശുവൊക്കെ എത്തുന്നതിന് മുമ്പേ നമുക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ആ നിരാശരാക്കിയില്ല അവരെ. ക്ഷീണിതനായിരുന്ന യേശു അപ്പോഴും അവരോട് ദൈവവചനം പങ്കുവയ്ക്കാനിരുന്നു. അതേപോലെ തന്നെ ആ വെള്ളത്തിൽ കൂടെ നടന്ന് ശരിക്കും യേശു എന്തിനാ പോയത്? അവരെ പറഞ്ഞയച്ച് വിട്ട ശേഷം പ്രാർത്ഥിക്കുവാൻ മലയിൽ പോയി. വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. അപ്പം ശിഷ്യന്മാർ തിരിച്ചു പോവുകയാണ് പടകിൽ കയറി. പക്ഷേ യേശു ആ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോഴാണ് വലിയ കൊടുങ്കാറ്റ് വരികയും 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് ഏകദേശം കാറ്റ് പ്രതികൂലമായതുകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്ന കണ്ട് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്ന് അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അപ്പോൾ യേശു എല്ലാ പ്രകൃതിയെയും നിയന്ത്രിക്കുന്ന ശക്തിയെ അതാണ് യേശുവിൽ നിറഞ്ഞിരിക്കുന്ന ശക്തി. കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ് യേശു വന്നത്. ആ കൃപ എന്ന് പറയുന്ന യേശുവിൻ്റെ ശക്തിയാണ് നമ്മളെ ഏത് പാപത്തിൽ നിന്നും പൈശാചിയൻ്റെ എല്ലാ അടിമത്തത്തിൽ നമ്മളെ വിടുവിക്കാൻ കഴിയുന്നതും എല്ലാ പ്രകൃതിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ യേശുവിൽ നമുക്ക് എല്ലാത്തിനുമുള്ള ആശ്രയം ഉണ്ട്. അവനിൽ ആശ്രയിച്ചാൽ നമുക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. എല്ലാം നമ്മുടെ ജീവിതത്തിലെല്ലാം ശരിയായ രീതിയിലായിരിക്കും പോകുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്തുതിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾ അങ്ങയുടെ വചനം പഠിക്കാൻ കൂടെ ഇരുന്നപ്പോൾ ഞങ്ങളോട് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം. കേട്ട വചനങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നൂറുമേനിയായി ഫലം കായ്ക്കാൻ സഹായിക്കണം. യേശുവപ്പൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.